സത്യത്തിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാനൊരു MLA ആയി കഴിഞ്ഞാൽ ഇവിടെ മലമുറിക്കാമെന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് എന്ത് മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അത് പറയേണ്ട സ്പേസ് നിയമനിർമ്മാണ സഭയിലല്ലാണ്ട് നമുക്ക് വേറെങ്കിലും പറഞ്ഞാലേ ഒരു ജനപ്രതിനിധികളും ആരെയും പറഞ്ഞ് പറ്റിക്കാതിരിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. ഇലക്ഷൻ വരികയാണ്, അപ്പൊ സ്ഥാനാർത്ഥി പാർട്ടി പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യമില്ല. പിന്നെ തീർച്ചയായിട്ടും എനിക്കൊന്ന് ഡൽഹിയിൽ നിന്ന് അതിന്റെ ആദ്യത്തെ ഒരു 40-45 പേരുടെ പട്ടിക വരുമ്പോൾ നമ്മൾ ഉണ്ടാവാൻ സാധ്യത. ഈ വർഷം എന്തിനാ ഞെട്ടി പെട്ടെന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള ഇതൊക്കെ വന്നത് ഞങ്ങളുടെ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും. മതി, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്. ഞാൻ നിങ്ങളിൽ ഒരാളായി നിന്ന് സംസാരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലായ്പ്പോഴും നമ്മൾ നല്ലത് പറയുമ്പോഴും നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോഴും ഒക്കെ തന്നെ ഇത് ഇപ്പം ചിലപ്പം നിങ്ങൾക്കൊരാൾക്ക് പല ചിന്തകൾ കാണും, നിങ്ങൾക്കൊരാളില്ലാതെ വരും. അപ്പം നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് എന്ത് മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അത് പറയേണ്ട സ്പേസ് നിയമനിർമ്മാണ സഭയിലല്ലാണ്ട് നമുക്ക് വേറെങ്കിലും പറഞ്ഞാൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാനൊരു സിനിമ എടുത്താലോ ഞാൻ അഭിനയിച്ചാലോ എനിക്ക് കാശ് കിട്ടും, എനിക്ക് ജീവിക്കാൻ പറ്റും, എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ചിന്ത, ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന പോലെ ഞാൻ നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചാൽ, അവിടെ നിങ്ങളുടെ എല്ലാവരും കൂടെ ചിന്തകൾ വന്നാൽ നമുക്കത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊരു അവസരം തന്നാൽ വിനിയോഗിക്കാം. ഇപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇതിൽമാരൊരു ഒറ്റയ്ക്ക് അവിടെ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചാലും ഏതൊരാൾ പ്രവർത്തിച്ചാലും അയാളുടെ ബേസിക് ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതാവണം. എല്ലാവരും കൂടെ ചേർന്ന് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാവണം. നമ്മളെല്ലാ ലക്ഷ്യം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി വേണ്ടല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും നാട് നന്നാവട്ടെ. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, ഞാൻ തന്നെ ജയിക്കണമെന്ന് എന്തോ നിർബന്ധം. നമ്മൾ മത്സരിച്ച് നമ്മൾ തോറ്റാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കാൾ മികച്ച ഒരാളെ ജനം തെരഞ്ഞെടുത്താൽ അത്രയും നല്ലത്. ഏറ്റവും മികച്ചവരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പായി മാറട്ടെ. എന്തെങ്കിലും വികസനങ്ങളെ ഓൾറെഡി മുൻകൂട്ടി എന്തെങ്കിലും അങ്ങനെ പ്ലാനിലുണ്ടോ? ഞാൻ ഒരു കാര്യം, നമ്മൾ ദൈവം ഇത് ഞാനെന്നല്ല, ഒരു ജനപ്രതിനിധികളും ആരെയും പറഞ്ഞ് പറ്റിക്കാതിരിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. നമുക്ക് ഇപ്പം എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് നാടിന് വേണ്ടി നിയമസഭയിൽ ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സർക്കാരിൻ്റെ പ്ലാനുകളായിരിക്കും. ഒരു നാട്ടിൽ കാണുന്ന വികസനം എന്ന് പറയുന്ന ഒരു MLA പ്ലാനല്ല, അതൊരു സർക്കാരിൻ്റെ പ്ലാനാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ പ്ലാനാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന MP കൊണ്ടുവരുന്നത്. പിണറായി വിജയൻ്റെ പ്ലാനുകളും സർക്കാരിൻ്റെ പ്ലാനുകളുമാണ് ഓരോ മണ്ഡലങ്ങളിലും പലരും നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരു മണ്ഡലത്തിലെ MLA ലിമിറ്റേഷൻസ് ഉണ്ട്. മണ്ഡലത്തിലെ MLA ജനങ്ങൾക്കൊപ്പം സജീവമായി പ്രവർത്തിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടുക, അവരുടെ വിഷമങ്ങൾ പങ്കുചേരുക, അവർക്കൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇടപെടുക, നിശബ്ദരാക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക, അവരുടെ നാട്ടിലൊരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തോട് അഡ്രസ്സ് ചെയ്യുക. ആ നാട്ടിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മേലിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട നീതി നിഷേധിച്ചാൽ, അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ ഒരു നല്ല MLA ഉണ്ടാവണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് സത്യത്തിൽ ചെയ്യാൻ പറ്റുക. അല്ലാതെ ഞാനൊരു MLA ആയി കഴിഞ്ഞാൽ ഇവിടെ മലമുറിക്കാമെന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല ഒരിക്കലും. പക്ഷേ അപ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എല്ലാവർക്കും വേണ്ടി ഏറ്റവും മികച്ച ശബ്ദമുയർത്താം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരുമായി ചേർന്ന് ചെയ്യാം. നിങ്ങളൊക്കെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. താങ്ക് യു.